ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് മലബാർ കിച്ചണിലെ സ്പെഷ്യൽ ഞങ്ങളുടെ പയ്യന്നൂർ സൈഡ് നല്ല ഫേമസ് ആയിട്ടുള്ള കല്യാണ സദ്യയിൽ വിളമ്പുന്ന വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രത്യേക ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഓണം, വിഷു ആ ഒരു സമയത്തൊക്കെ ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ, എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ദിര ഷാജു ആണ്. അപ്പോൾ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് ഇന്ന് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. സാമ്പാർ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു അര കപ്പിനടുത്ത് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നിങ്ങൾ ഏത് പരിപ്പാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേവ് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ തുടങ്ങി 5 വിസിൽ വരെ അടുപ്പിച്ച് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. 4 ചെറിയുള്ളി, ഒരു 2 കഷ്ണം വലിയ വെളുത്തുള്ളി ഞാൻ ഇടയ്ക്ക് കീറിയിട്ടിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനടുത്ത് ഉലുവ ചേർക്കാം. 1/2 ടീസ്പൂണിനടുത്ത് കറിജീരകം, ഒരു 2 കറിവേപ്പില. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് ശരിക്കും നല്ല കളർ മാറി വരണം. ഒരു ബ്രൗണിഷ് കളറാകുന്നത് വരെ എങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരി കറുപ്പ് കളറാകുന്നത് വരെ ചെയ്യരുത്, അപ്പോൾ പിന്നെ സാമ്പാറിന് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇനി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 2-3 നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കാം നമുക്ക്. ഇനി ചെറു തീയിലിട്ട് ഈ പൊടികളൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തോ നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ശരിക്കും ഉടച്ച് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വെന്ത പരിപ്പിനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം അതേ കുക്കറിനകത്തോട്ടേക്ക് തന്നെ നമുക്ക് പച്ചക്കറികൾ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിനകത്ത് അല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 2-3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പച്ചക്കറികൾ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആദ്യം നമുക്ക് കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, നമ്മുടെ വാളംപുളി, അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞ പാടെ തന്നെ അതിൻ്റെ ആവിയൊക്കെ കളയുക. അതല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് വിസിലങ്ങ് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വറുത്ത തേങ്ങയാണ്. അപ്പോൾ ആ തേങ്ങ ഞാൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ നമുക്ക് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഞാനൊരു ഇത്തിരി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ വെണ്ടയ്ക്കയും അതുപോലെ ചെറിയുള്ളിയും ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വേറെ തന്നെയാണ് ചേർക്കുന്നത്. അതാണ് ഇതിന് ശരിക്കും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ സാമ്പാർ നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയും സവാളയും എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഒരു 4 വെണ്ടയ്ക്കയും ഒരു 6-7 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് എങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിനകത്തോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും അതുപോലെ ചെറിയുള്ളിയും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ശരിക്കും നല്ല തിള വരണം. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ അങ്ങ് വറ്റി നല്ല കറക്റ്റ് ഫ്ലേവറിൽ നമുക്ക് കിട്ടുന്നത്. സാമ്പാർ നല്ല തിള വന്ന് ശരിക്കും ആ സദ്യക്ക് കിട്ടുന്ന സാമ്പാറിൻ്റെ നല്ലൊരു മണക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ടേക്ക് താളിച്ച് ചേർക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന കടുകും വറ്റൽമുളകും സാമ്പാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി എടുത്ത് ഇതുപോലെ ആക്കിയിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളിച്ച് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാലും മാത്രമേ ഈ താളിച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പയ്യന്നക്കാരുടെ സ്പെഷ്യൽ സദ്യക്ക് കിട്ടുന്ന നല്ല വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു നാടൻ ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.